ഹായ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മാച്ചിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ റഫറിമാർ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു റഫറിങ് നടത്തുകയാണെങ്കിൽ റഫറിക്കെതിരെ പൊങ്കാല ഇടുന്നതൊക്കെ നമ്മൾ കണ്ടുവരാറുള്ളത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അത് പറയാറില്ല. സോ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ചിന്തിക്കുമ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള സംഭവം നടക്കുന്നുണ്ട്. മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികൂലമായിട്ടുള്ള സംഭവമാണ്. മറ്റൊന്നല്ല, ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത ഒരൊറ്റ ഗോളിനാണ് വിജയിക്കുന്നത്. എന്നാൽ ഈ ഒരു ഗോൾ ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് പെനാൽറ്റിയിലൂടെ മുംബൈ സിറ്റി എഫ് സിക്ക് ലഭിക്കേണ്ടതായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഐബൻ ഡോഹ്ലിൻ്റെ കയ്യിൽ കൃത്യമായിട്ട് പെനാൽറ്റി ബോക്സിൽ ഒരു ബ്രാൻഡൻ ഫെർണാണ്ടസിൻ്റെ ക്രോസ് തട്ടുന്നുണ്ട്. പക്ഷേ റഫറി ഏതായാലും അത് പെനാൽറ്റി വിളിക്കാത്തത് കൊണ്ട് മാത്രം ഒരു പക്ഷേ ഒരു ഗോളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു എന്ന് പറയാം. പെനാൽറ്റി ഗോളാകുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എങ്കിൽ പോലും ആ പെനാൽറ്റി ഏതായാലും റഫറി വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.